അംബേദ്കറിലൂടെയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് ഓരോ നാവിലും മുഴങ്ങുമെന്നും അംബേദ്കർ എന്ന പേരിനോട് ചിലർക്ക് അലർജിയാണെന്നും TVK തലവൻ വിജയ് പ്രതികരിച്ചു. അതേസമയം അംബേദ്കർ എന്ന വ്യക്തിത്വത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ മറ്റാരും അവഹേളിച്ചിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. BJPയുടെ മുഖംമൂടി അഴിഞ്ഞ് വീണതായി മമതാ ബാനർജിയും പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവരും അമിത്ഷായുടെ പരാമർശത്തിനെതിരെ രംഗത്തെത്തി. പാവം ചെയ്യുന്നവർ മാത്രമേ പുണ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടൂ. രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ചിന്തിക്കുന്നവർ വിപ്ലവകാരിയായ അംബേദ്കറിന്റെ പേര് മാത്രമേ പറയൂ. അത് പരാമർശിക്കേണ്ടതാണെന്നും സ്റ്റാലിൻ Xൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. അംബേദ്കർ എന്ന് വിളിക്കുന്നത് ഒരു ഫാഷൻ ആയിരിക്കുകയാണ്. ഇത്രയും തവണ ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ 7 ജന്മത്തിലും സ്വർഗം ലഭിച്ചേനെ. അംബേദ്കറുടെ പേര് കോൺഗ്രസ് ആവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തോടുള്ള അവരുടെ യഥാർത്ഥ താല്പര്യം എന്തായിരുന്നു എന്ന് ഉറക്കെ പറയണം എന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. ഇത്തരമൊരു പരാമർശത്തെ അപലപിക്കുന്നു എന്നായിരുന്നു ഉദയനിധിയുടെ പ്രതികരണം. നിങ്ങൾ എവിടെ പോയാലും അംബേദ്കർ എന്ന് പറയുന്നു. നിങ്ങൾ ആദ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ ശ്രമിക്കൂ. ഭരണഘടന തകർക്കണമെന്ന വൈരാഗ്യ ബുദ്ധിയുമായി നടക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവുമെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നെന്നും കോൺഗ്രസ് അംബേദ്കറിനോട് ചെയ്ത കാര്യങ്ങൾ ഇതുകൊണ്ടൊന്നും ഇല്ലാതാകില്ലെന്നും അമിത്ഷാ പ്രതികരിച്ചു.